മണ്ണാർക്കാട് നടന്ന അനുമോദന ചടങ്ങിൽ കുട്ടികളെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ അപമാനിച്ചെന്ന് പരാതി. മേൽവിലാസം തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞ് കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളിയെന്നാണ് പരാതി. ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളോട് അക്ഷരമറിയില്ലേ എന്നും ജലീൽ ചോദിച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ 3 വാർഡുകളുടെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു KT ജലീൽ. മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ്സ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്നും എഴുതി. അഡ്രസ്സ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ്സ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ്സ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ജലീൽ മാപ്പ് പറയണമെന്നും ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്നും MSF ആവശ്യപ്പെട്ടു. മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ KT ജലീൽ മണ്ണാർക്കാട് ഒരു വിദ്യാർത്ഥിയെ അപമാനിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഒരു അനുമോദന ചടങ്ങിനകത്ത് സ്റ്റേജിലേക്ക് വിദ്യാർത്ഥിയെ വിളിച്ചു കയറ്റുകയും ആ വിദ്യാർത്ഥിയെ മറ്റു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അപമാനിക്കുകയും ചെവിയിൽ നിന്നുള്ളയും ശാരീരിക ഉപദ്രവം നടത്തുന്ന പ്രവണത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് ബാലാവകാശ വിരുദ്ധമായ പ്രവർത്തനമാണ്. ഇതിനെതിരായി ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കിലും സോണൽ കൃഷ്ണയുമാണ് ചേരുന്നത്. ആദ്യം ഇക്ബാലിലേക്ക്. ഇക്ബാൽ, KT ജലീൽ അധ്യാപകനാണ്. കുട്ടികളെ ഉപദേശിച്ചും ശാസിച്ചുമൊക്കെ ശീലമുണ്ടാകും. പക്ഷെ ഇതുപോലൊരു അനുമോദന ചടങ്ങിൽ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെവിയിൽ നുള്ളുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇത് വിവാദമായത്. ജോഷ്നി, കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണാർക്കാട് KT ജലീൽ ഇത്തരത്തിലൊരു അനുമോദന ചടങ്ങ് പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 19, 20, 22 വാർഡുകളിലെ SLC, +2 അതുപോലെ തന്നെ LSS, USS എല്ലാം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടിയായിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പിന്നീട് KT ജലീൽ അവിടേക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് KT ജലീൽ അവിടുത്തെ ചില കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് ചെറിയ രീതിയിൽ ശകാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികളോട് അക്ഷരം അറിയില്ല എന്ന രീതിയിൽ KT ജലീൽ ചോദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ചില കുട്ടികളോട് അഡ്രസ്സ് അല്ലെങ്കിൽ മേൽവിലാസം എഴുതി നൽകാൻ പറയുന്നു. പക്ഷേ അതിൽ ചില അക്ഷര തെറ്റുകൾ വരുന്നു. അതാണ് KT ജലീൽ ചോദ്യം ചെയ്യുന്നത്. ചില കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ച് തന്നെ ആ അക്ഷര തെറ്റുകളെല്ലാം തിരുത്തുന്നുണ്ട്. അതിൽ തന്നെ ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ തെറ്റ് തിരുത്തുന്നതിനോടൊപ്പം തന്നെ ചെവിയിൽ നുള്ളുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ സംഭവത്തിൽ നിലവിൽ MSF ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയും ഇതിപ്പോൾ വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരിക്കുകയാണ്. രോഷ്നി.